ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ടൂറിന് പോകാനുള്ളൊരു സെറ്റപ്പോട് കൂടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതായത് എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ നിന്ന് KG സെക്ഷനിൽ മോള് UKGയിലാണ് ടൂറിന് പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഓരോ കട്ടൻ ചായ വെച്ച് കുടിച്ചു. ശേഷം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ. അപ്പോൾ ചോറും വൻപയർ കറിയും മുട്ട പൊരിച്ച് വെച്ചതും പിന്നെ പട്ടിക്കുള്ള വേറൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞൊരു ഓട്ടപ്രദക്ഷിണമായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. ആതിരപ്പള്ളി, തുമ്പൂർ മൊഴി, വാഴച്ചാൽ അവിടെയൊക്കെ ആയിരുന്നേ. അപ്പോൾ നമ്മൾ അഞ്ജലി ബസ്സിലായിരുന്നു പോയത്. അപ്പോൾ അതിനോട് ഞാൻ എടുത്ത 2-3 ഫോട്ടോസും കൂടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആതിരപ്പള്ളിയിലാണ് നമ്മൾ പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോയതെന്ന് വെച്ചാൽ നമ്മുടെ നേരെ തന്നെ വാഴച്ചാലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഴച്ചാൽ പോയിട്ട് അവിടെ നിന്ന് ഞാനിങ്ങനെ ചെറിയൊരു വീഡിയോ പോലെ എടുത്തായിരുന്നു. ഇതിനകത്ത് സൗണ്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ അതിവിടെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ചെറിയ പ്രശ്നം വന്നിട്ട് ഞാൻ തന്നെ ഇപ്പോൾ കൊടുക്കുവാണ്. അതിനകത്ത് ഞാൻ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാഴച്ചാൽ നമ്മൾ നടക്കുകയാണ്. നല്ലൊരു അടിപൊളി സ്ഥലമാണല്ലോ വാഴച്ചാൽ. അപ്പോൾ വാഴച്ചാൽ ആതിരപ്പള്ളിയും പോയവരുണ്ടെങ്കിൽ മുമ്പേ പറയാൻ മറക്കണ്ട കേട്ടോ, കമൻറ്റിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ, പറയാൻ മറക്കല്ലേ. അടിപൊളി സ്ഥലമാണ്, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ആതിരപ്പള്ളിക്ക് എവിടെയാണ് ഇരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആതിരപ്പള്ളിനേക്കാൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ടാണ് നമ്മുടെ വാഴച്ചാൽ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം വാഴച്ചാൽ പോയിട്ട് തിരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആതിരപ്പള്ളിക്ക് പോകാമെന്നുള്ളൊരു സെറ്റപ്പോട് കൂടിയായിരുന്നു നമ്മൾ പോയത്. ഇതൊക്കെ നമ്മുടെ സ്കൂളിലുള്ള കുട്ടികളും കുട്ടികളുടെ അമ്മമാരും ടീച്ചേഴ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അമ്മമാർക്കൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ വാഴച്ചാലിൽ വന്നിട്ട് അവിടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരിക്കുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും വെയിലിന് ചൂട് കുറവായിരുന്നു. നല്ലൊരു തണുത്ത സമയമായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു സമയമൊക്കെ നല്ലൊരു തണുത്ത സമയമാണല്ലോ. ഇതെൻ്റെ കുട്ടിയും എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ. രണ്ടാളെയും ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പം വെള്ളമൊക്കെ നല്ല അടിപൊളിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ടപ്പോൾ ഞാനത് സൂം ചെയ്ത് എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. റീല് ചെയ്യണം, എനിക്ക് കുറച്ച് ചെറിയ ഷോർട്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കാൻ കേട്ടോ, വീഡിയോസ് പിടിപ്പിക്കണം. അപ്പോൾ അതാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് നമ്മളിങ്ങനെ വാഴച്ചാലിങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. ഒരു ഭാഗത്ത് കൂടി കയറിയിട്ട് നമ്മൾ വേറൊരു ഭാഗത്ത് കൂടിയായിരുന്നു ഇറങ്ങിയത്. നമുക്ക് ഫുള്ളിങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവിടെ വാഴച്ചാലിലും അതിരപ്പള്ളിയും നമ്മൾ പോയിടത്തൊക്കെ കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു ഫ്രണ്ട്ലി ഏരിയ ആയിരുന്നു. കാരണം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ വരുവാണ്. നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. ഞാൻ മുമ്പ് പോയിട്ടുണ്ടായിരുന്നു, ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോഴൊക്കെ നല്ല രസമാണല്ലോ. പിന്നെ എൻ്റെ കുറച്ച് പട്ടി ഷോ ഒക്കെ ഞാൻ അവിടെ ഇറക്കുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടതെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവിടെ ഞങ്ങളന്ന് പോയ ദിവസം തന്നെ അടുത്ത് ഇപ്പോൾ കണ്ട സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു ആരും വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങണ്ട, കാരണം 4 കുട്ടികൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. ചെറിയ കുട്ടികൾ, 10-17 വയസ്സുള്ള കുട്ടികൾ 4 ആൾ അവിടെ മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. എന്തോ വെള്ളം പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ആയത് അങ്ങനെ എന്തോണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശമൊക്കെ തന്നിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. നമ്മൾ നടക്കുന്നുണ്ട്, കുട്ടികളാണല്ലോ, കുഞ്ഞു കുട്ടികളാണ്, അപ്പം നല്ലോണം സൂക്ഷിക്കണമൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിയിൽ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആ ഭാഗത്തൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. ഈ കുരങ്ങന്മാരൊക്കെ അധികം ഇങ്ങനെ താഴേക്ക് ഈ ഒരു ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് കുരങ്ങന്മാർ. പിന്നെ ഒരുവിധം ഞങ്ങളോട് വെള്ളത്തിൽ ഇറങ്ങിക്കോ പറഞ്ഞപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള ഇതൊക്കെ ഉണ്ട്, കാരണം പേരൻസ് ഉണ്ടല്ലോ കുട്ടികളുടെ കൂടെ. അപ്പം നനയേണ്ടവർക്ക് നനയാൻ, ഡ്രസ്സ് മാറാം, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ സമയം നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും. വലിയ ലാഗൊന്നും വന്നില്ല. പിന്നെ അടുത്ത എൻ്റെ പട്ടി ഷോ തുടങ്ങിയിട്ടുണ്ട്. എന്തോ പാട്ടും പാടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനലിൽ കാണാനും പറ്റും കേട്ടോ ചിലപ്പോൾ. പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്, ഞാനും ഇറങ്ങി, കുട്ടികളെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അമ്മ കുരങ്ങനെ ഒരു കുട്ടി കുരങ്ങനെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. നല്ല കാമൻ ക്വയറ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ്സാണ് കുറേ ദൂരത്ത് അങ്ങോട്ടായിരുന്നു നിർത്തിയിട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് തിരിച്ച് നടന്ന് പോവാണ്. ഒരുവിധം അങ്ങനെ നടന്നെത്തി ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്കൊക്കെ പോവാണ്. അപ്പോഴത്തേക്ക് ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് കണ്ടൊരു ഹായ് ഒക്കെ പറഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അമ്മയും കുട്ടിയും, അമ്മ നന്നായിട്ട് കുട്ടീനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കെയർ ചെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
പിന്നെ അവസാനം ഒരുപാട് നടന്ന് ഞങ്ങളുടെ ഊപ്പാണ്ട് കളിക്കും തന്നെ പറയാം. അവസാനം ഞങ്ങളുടെ ബസ് കണ്ടുട്ടാ. അപ്പം ബസ്സിലേക്ക് ഇങ്ങനെ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ കയറിയിരുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാനും ഒന്ന് ബസ്സിൻ്റെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് പിടിക്കുകയാണ് കേട്ടോ, വീഡിയോയിൽ വരുത്തണമല്ലോ എന്ന് കരുതിയിട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളി തുമ്പൂർ മൊഴിയും വാഴച്ചാലും അതിരപ്പള്ളിയും പോയിട്ടോ. ഞാൻ എല്ലാം ഇതിൽ എടുത്തിട്ടില്ല, കാരണം എല്ലാം ഒരുവിധം വാട്ടർഫോളിൻ്റെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ സീനൊക്കെ തന്നെയായിരുന്നല്ലോ. പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാൻ ചെയ്യാമായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ചാലക്കുടി എക്സ്പോ മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊരു നല്ലൊരു ഒരു അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഒരു പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മീനുകളും പിന്നെ നമ്മുടെ മത്സ്യകന്യകയും ഈൽ ഫിഷാണ് കേട്ടോ. അത് ഈൽ ഒക്കെ ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നൊരു പ്രതീതി. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ പലതരത്തിലുള്ള പ്രാവുകൾ, മറ്റുള്ള ഈ നമ്മുടെ പാമ്പിനെയൊക്കെ ഇങ്ങനെ കഴുത്ത് കൂടിയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 മണി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബസ്സിനടുത്തേക്ക് എല്ലാവരും വന്നു. പിന്നെ നമ്മുടെ സാറുമാരാണ് ഇതൊക്കെ. അപ്പം പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ.